ഷീ ടാക്സി കുറച്ച് വർഷങ്ങളായി ഇങ്ങനെയൊന്നും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. സ്ത്രീകൾ കുറെ പേർ ടാക്സി ഡ്രൈവർമാരായൊക്കെ ജോലി ചെയ്യുന്നുണ്ട് താനും. എന്നാൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ടൂർ പാക്കേജുകളുടെ ഭാഗമാകുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. തീരെയില്ലെന്നല്ല കേട്ടോ, ചുരുക്കം ചിലരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള 3 പേരെ കഴിഞ്ഞ ദിവസം തേക്കടിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. ശ്രീജ, ശ്രീകല, യമുന 3 പേരും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയും അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ടൂർ പാക്കേജുകളുടെ ഭാഗമാകുന്നതിൽ ഇവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കൊച്ചി ആസ്ഥാനമായുള്ള ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയിലെ ഡ്രൈവർമാരാണ് 3 പേരും. വിനോദസഞ്ചാരികളുമായുള്ള യാത്രക്കിടയിലാണ് ഇവർ തേക്കടിയിൽ വെച്ച് കണ്ടുമുട്ടിയത്. സാധാരണ ടൂർ പാക്കേജുകളുടെ ഭാഗമാകുന്ന ഡ്രൈവർമാർ നേരിടുന്ന പ്രധാന പ്രശ്നം താമസമാണ്. ഇവരെ സംബന്ധിച്ച് ആ പ്രശ്നം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. വണ്ടിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും റൂമിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ബാക്കി എല്ലാ രീതിയിലും കമ്പനി നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഫീൽഡ് തന്നെ തുടരാനാണ് എനിക്ക് താല്പര്യം. എത്ര വർഷം കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ തന്നെ അതുപോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കമ്പനി നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചും ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ എല്ലാ ലേഡീസും ഇതിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഫീൽഡാണ്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലായിടത്തും ചെന്ന് കഴിയുമ്പം ലേഡി ഡ്രൈവറാണെന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഓടി വരുന്നു, സംസാരിക്കുന്നു, ഭയങ്കര ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി. സ്ത്രീകൾ ആയതുകൊണ്ട് മാത്രം മറ്റു ഡ്രൈവർമാരുടെ പ്രത്യേക പരിഗണനയും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. കുടുംബത്തിന്റെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അനുഭവമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ യാത്രകൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡ് ഇഷ്ടപ്പെടുന്നു. പിന്നെ വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ, ഇതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇപ്പം ഇവിടെ വന്നപ്പം ബാക്കിയുള്ള ഡ്രൈവേഴ്സൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡിലാണ് അവരിടപെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്പനി നല്ല അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറി വരികയാണ്. അവർക്ക് പുരുഷ ഡ്രൈവർമാർ പലപ്പോഴും അസൗകര്യമാകാറുണ്ട്. ഇത്തരം സ്ത്രീകൾക്ക് യാത്രയിൽ കൂട്ടാകാൻ ഈ ഷീ ടാക്സി ഡ്രൈവർമാർക്ക് കഴിയും. അങ്ങനെ യാതൊരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കമ്പനി റൂമെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും യാതൊരു പ്രശ്നമില്ല. എല്ലായിടത്തും ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുഴപ്പമില്ല, എല്ലാവരും നല്ല സ്നേഹമായിട്ടൊക്കെ തന്നെയാണ്. ഇതുവരെ ആരും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മൊത്തം 4 സ്ത്രീകളാണ് ഇവരുടെ കമ്പനിയിൽ ഡ്രൈവർമാരായുള്ളത്. കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. യാത്രകളെ സ്നേഹിക്കുന്ന കരുത്തരായ 3 പെണ്ണുങ്ങൾ. ജെയിൻ എസ് രാജ ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഇപ്പോൾ ഇങ്ങനെ ഷീ ടാക്സി അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സ്ത്രീകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ദീർഘദൂര യാത്രകളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നത് ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഈ 3 പേരും പങ്കുവെക്കുന്നുണ്ട്. പിന്നെ കുടുംബത്തിന്റെ ഒരു കട്ട സപ്പോർട്ടും വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ മേഖലയിൽ ഉറച്ച ശബ്ദത്തോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ സ്ത്രീകൾക്കും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഡ്രൈവറായിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരു സ്ത്രീ തന്നെയായാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും ഇവർ കുറച്ചും കൂടി നല്ല സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നുണ്ടല്ലേ? നിരവധി സ്ത്രീകൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ടൂർ പാക്കേജുകൾ പലരും പോകാൻ തയ്യാറാകാറില്ല. കാരണം പലപ്പോഴും ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 10 ദിവസമൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേര് ഈ ടൂർ പാക്കേജുകൾ എടുത്ത് ഓടാൻ തയ്യാറാകാത്തത്. പുരുഷന്മാരാണ് ഈ മേഖലയിൽ കൂടുതൽ മേധാവിത്വം പുലർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ദീർഘദൂര യാത്രയായതുകൊണ്ട് തന്നെ പലയിടത്തും താമസ സൗകര്യം അടക്കം ഈ ഡ്രൈവർമാർക്ക് ലഭിക്കാറില്ല. പുരുഷന്മാരായിട്ടുള്ള പല ഡ്രൈവർമാരും വലിയ ബുദ്ധിമുട്ട് നമ്മളെ അറിയിക്കാറുണ്ട്. പലപ്പോഴും വാഹനത്തിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ രാത്രി വണ്ടിയിൽ കിടന്നിറങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഇവർ ജോലി ചെയ്യുന്ന ഈ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി അവർക്ക് കൃത്യമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ജോലി കൃത്യമായി ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നത്. ഇതിപ്പോൾ 2 രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. ഒന്ന്, ഈ വനിതകൾക്ക് ഒരു പുതിയ മേഖല കൂടി തുറന്നു കിട്ടുകയാണ്. കൂടാതെ വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്,
ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ മുന്നോട്ട് വരുന്നുണ്ട്. സോളോ യാത്ര, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ, വനിതാ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള യാത്രകളൊക്കെ ആസ്വദിക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ സ്ത്രീകളെ ഹയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഈ ഷീ ടാക്സികളെ ആശ്രയിക്കാവുന്നതാണ്. കാരണം ശരി, അപ്പൊ യാത്ര ഇങ്ങനെ സന്തോഷത്തോടെ തുടരട്ടെ.